അങ്കമാലി മണ്ണുത്തി റൂട്ടിലെ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ വിശദീകരണം തേടുകയാണ് ഹൈക്കോടതി. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം മുന്നോട്ട് പോയിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. കരാർ വിശദാംശങ്ങളും പദ്ധതി പൂർത്തീകരിക്കേണ്ട സമയവും അറിയിക്കാനാണ് കോടതി ഉത്തരവ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ ദേശീയപാത നിർമ്മാണം, അതിലെ അടിപ്പാത നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ കോടതി നിരന്തരമായി പരിഗണിക്കുകയും നിരന്തരമായതിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുകയാണ്. എത്രത്തോളം കാലതാമസം എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിർമ്മാണ പദ്ധതികൾക്ക്? മാധു, ഇഴഞ്ഞു നീങ്ങുകയാണ് ആ നിർമ്മാണ പ്രവൃത്തികൾ എന്നതാണ് ഇന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഓൺലൈനായി ഹാജരായ ജില്ലാ കളക്ടർ ഇക്കാര്യങ്ങൾ കൃത്യമായി കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം തുടങ്ങിയെടുത്തെന്നും കാര്യമായി ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കരാറിന്റെ വിശദാംശങ്ങൾ തേടിയത്. എത്ര ദിവസത്തെ കാലാവധിയിലാണ് ഈ അടിപ്പാത നിർമ്മാണം കരാറുകാരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതിന്റെ നിർമ്മാണ പുരോഗതി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ അങ്കമാലി മുതൽ മണ്ണൂത്തി വരെയുള്ള ഭാഗങ്ങളിലാണ് അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നത്. അവിടെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മാണങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ഈ നിർമ്മാണങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടലിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് കൂടുതൽ ട്രാഫിക് വാർഡന്മാരെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിനുവേണ്ടി ഒരു 50 പേരെ കൂടി ചുമതലപ്പെടുത്തുന്നതിന് സംസ്ഥാനത്തോട് ആവശ്യപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിക്ക് ഇന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഈ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും.